നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ ഉള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്ന് ഇന്ത്യൻ സമയം ഏകദേശം 11:30 PM US നിന്ന് പലിശ നിരക്ക് കട്ട് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ വരും. അത് 25 ബേസ് പോയിൻ്റ് ആണോ അതോ 50 ബേസ് പോയിൻ്റ് ആണോ എന്നുള്ള രണ്ട് കൺഫ്യൂഷൻസാണ് നിലനിൽക്കുന്നത്. സർവേ പ്രകാരം കൂടുതൽ ആളുകൾ പറയുന്നത് 50 ബേസ് പോയിൻ്റ് ആണെന്നാണ്. എന്നാൽ ചില സർവേയിലും നമുക്ക് ക്ലിയർ കട്ടായിട്ട് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ആളുകൾ പൊതുവേ US ആളുകൾ, നിക്ഷേപകർ അല്ലെങ്കിൽ അനലിസ്റ്റുകളെല്ലാം തന്നെ പൊതുവേ ഒരു പോസിറ്റീവായിട്ടുള്ള മനോഭാവമാണ് നിലവിൽ തുടർന്നു പോരുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലും നമ്മൾ കാണുന്നതും അത് തന്നെയാണ്. നിഫ്റ്റി ഇത്ര ഉയരത്തിലായിട്ട് പോലും FIs പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നില്ല എന്ന് മാത്രമല്ല, ബൈയിങ് തുടരുന്നുണ്ട്. ഇന്നലെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും ഇന്ത്യൻ മാർക്കറ്റിൽ 482 കോടി രൂപക്കും 874 കോടി രൂപക്കും ബൈയിങ് ആണ് നടത്തിയത്. നിഫ്റ്റി ഇത്ര ഉയരത്തിൽ ആയിരുന്നിട്ട് പോലും. അപ്പോൾ ആ ഒരു ശുഭപ്രതീക്ഷ എല്ലാ ആളുകൾക്കും ഉണ്ട്. യൂറോപ്യൻ മാർക്കറ്റും US മാർക്കറ്റും ഇന്നലെ മിക്സ്ഡായ ഒരു അവസ്ഥയിൽ ക്ലോസ് ചെയ്തു വിത്ത് പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും US ഫ്യൂച്ചറും മിക്സഡായ അവസ്ഥയിലാണ് ഉള്ളത് വിത്ത് പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ്. ഒരു സിംഗിൾ ഡേ കൊണ്ട് ഇന്നലെ US വിക്സ് 64% ഉയർന്നിട്ടുണ്ട്. ഇന്ത്യ വിക്സും ഇന്നും മേ ബി ഒന്ന് സ്പൈക്ക് ആവാനുള്ള സാധ്യതകൾ ഏറെയാണ്. US വിക്സ് സ്പൈക്കായ അതേ അളവിൽ സ്പൈക്കാവില്ല എങ്കിലും ഒരു ചെറിയൊരു സ്പൈക്കിലുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ വിക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ചാഞ്ചാട്ട സാധ്യതകളെ സൂചിപ്പിക്കുന്ന ഒരു ഇൻഡെക്സാണ് ഇന്ത്യ വിക്സ്. അപ്പോൾ ഇന്ത്യ വിക്സ് കൂടുന്നത് അല്ലെങ്കിൽ കൂടുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാഞ്ചാട്ട സാധ്യതകൾ കൂടും. ഡെറിവേറ്റീവിൽ കോൺട്രാക്റ്റുകളുടെ പ്രീമിയം വല്ലാതെ കൂടും. കോൺട്രാക്റ്റുകളുടെ പ്രീമിയം കൂടുന്നത് ബയേഴ്സിന്, നിലവിൽ പൊസിഷൻ എടുത്തു വെച്ച ബയേഴ്സിന് നല്ലതാണ്. നിലവിലെ പൊസിഷൻ എടുത്തു വെച്ച സെല്ലേഴ്സിന് അത് വളരെയധികം ദോഷകരമാണ്. അതൊന്ന് ഓർമ്മിക്കുക. നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ കാണാം US വിക്സ് 64% സ്പൈക്ക് ചെയ്ത് 24. നാസ്ഡാക്ക് പോസിറ്റീവായിരുന്നു, ഡോ ഫ്ലാറ്റ്. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. FTSE, CAC 40, ഡാക്സ്, ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ. ഇന്ത്യൻ വിക്സ് ഇന്നലെ 2% സ്പൈക്ക് ചെയ്ത് 12.69 എത്തിയിരുന്നു. ഇന്നും സ്പൈക്ക് ആയേക്കാം. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 60,000 തിരികെ എത്തി. അതിന് താഴെ ബ്രന്റ് ഓയിൽ 73, തൊട്ട് താഴെയുള്ള ഗോൾഡ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $2,571 പെർ ഔൺസ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസും വിപ്രോയും എല്ലാം തന്നെ സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ICICI, HDFCയിലും ഫ്ലാറ്റായിരുന്നു. റിലയൻസ് ഫ്ലാറ്റായിരുന്നു. ഇന്ന് നമുക്കുള്ള എക്സ്പയറി ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെയാണ്. സ്പോട്ട് 52,188 ആണ്. മേജർ സപ്പോർട്ട് സോൺ 52,000, 51,000 ആണ്. റെസിസ്റ്റൻസ് സോൺ 52,500, 53,000 ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോരാം. ആളുകൾ സ്റ്റിൽ ചോദിക്കുന്നുണ്ട് ഗ്ലോബൽ ഇവൻറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവൻറ്റ് എവിടെ കാണാൻ സാധിക്കുമെന്ന്. നമ്മൾ വെബ്സൈറ്റിൽ bismate.com ട്രേഡ് ബഡ്ഡി എന്ന് പറയുന്ന ടാബിൻ്റെ അണ്ടറിൽ ഗ്ലോബൽ ഇവൻ്റ് ഉണ്ട്. നമ്മൾ എല്ലാ ദിവസവും പറയുന്നതാണ്. നമ്മൾ ഫസ്റ്റ് കമൻറ്റിൽ അത് പിൻ ചെയ്ത് വെക്കാം. ട്രേഡ് ബഡ്ഡിയുടെ ആ ഒരു ടാബ് പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഇന്ന് കണ്ട ആളുകൾക്ക് അത് കിട്ടിയിരിക്കും, പക്ഷെ നാളെ വീണ്ടും ആ സംശയങ്ങൾ ചോദിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ നമ്മുടെ ട്രേഡ് ബഡ്ഡി നമ്മുടെ ചാനലെല്ലാം തന്നെ ആളുകൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി സ്റ്റോക്കിൻ്റെ ന്യൂസിലേക്ക് വരുമ്പോൾ ആദ്യം ഇൻഫോസിസ് മെട്രോ ബാങ്കായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. കോൾ ഇന്ത്യ കമ്പനി ഇവർ ഇന്ത്യ ഫാർമസ്യൂട്ടിക്കൽ ഒരു അതോറിറ്റി ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ടോറൻറ്റ് ഫാർമ കമ്പനിക്ക് 1,800 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ളൊരു പുതിയ ഒരു ഓർഡർ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഭാഗത്തുനിന്ന് കിട്ടി. തിലക് നഗർ ഇൻഡസ്ട്രീസ് കമ്പനി മഹാരാഷ്ട്ര ഗവൺമെൻറ് 10 കോടി രൂപയുടെ സബ്സിഡി കൊടുത്തു. ലെറ്റൻ ഇന്ത്യ എൻ്റർപ്രൈസസ് കമ്പനി ഇവരുടെ പുതിയ EV മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യുകയാണെന്നുള്ള ഒരു ന്യൂസ്. വക്രാങ്കെ എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർ ഹെൽത്തായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ്
സൈൻ ചെയ്തിട്ടുണ്ട് ബഹ്റൈൻ. ബയോകോൺ കമ്പനി LIC ബയോകോണിലുള്ള അവരുടെ നിക്ഷേപം വർദ്ധിപ്പിച്ചു എന്നുള്ള ന്യൂസ്. ഇൻഡോടെക് ട്രാൻസ്ഫോമേഴ്സ് കമ്പനി ഇവർക്ക് 192 നമ്പർ ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഒരു ഓർഡർ കിട്ടി. 42 കോടി രൂപയാണ് ഓർഡർ വാല്യൂ. VST ഇൻഡസ്ട്രീസ് കമ്പനി പ്രമുഖ ഇൻവെസ്റ്ററായിട്ടുള്ള രാധാകൃഷ്ണ ദമാനി അദ്ദേഹത്തിൻ്റെ നിക്ഷേപം VST ഇൻഡസ്ട്രീസിൽ കുറച്ചു എന്നുള്ള ന്യൂസ്. ഹിൻഡൽകോ ഇൻഡസ്ട്രീസ് ഇവർ സോളാർ മൊഡ്യൂൾസ് എല്ലാം തന്നെ മാനുഫാക്ചർ ചെയ്യാനായിട്ടുള്ളൊരു പദ്ധതി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴുള്ള വാർത്തകൾ. ഇനി വേറെ നമ്മൾ US ഇൻട്രസ്റ്റ് റേറ്റായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയില്ല ഇന്ന് എന്താ സംഭവിക്കുക എന്നുള്ളത്. ഈവൻ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്താൽ കൂടിയും അത് മാർക്കറ്റിൽ അത് റിഫ്ലക്റ്റ് ആയി എന്ന് ഒരു വിഭാഗം നാളെ പറഞ്ഞേക്കാം. അതിനനുസരിച്ച് മാർക്കറ്റ് ഇടിഞ്ഞേക്കാം. അല്ലെങ്കിൽ അതല്ല, ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോകണ പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ള രീതിയിൽ മാർക്കറ്റ് മുന്നോട്ട് പോയേക്കാം. അൺസേർട്ടൻ വളരെയധികമുള്ള ഒരു ഈവൻ്റാണ്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് അൺസർട്ടനിറ്റി നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യയുടെ ഇലക്ഷന് മുമ്പുള്ള എക്സിറ്റ് പോള് അതൊക്കെ നമ്മുടെ കൺമുമ്പിലുള്ളതാണ്. അത്ര വലിയ ഭീകരമായിട്ടുള്ളൊരു അൺസർട്ടനിറ്റി ഉള്ള കാര്യമല്ല ഇതെങ്കിൽ കൂടിയും എങ്ങനെ വരുമെന്നുള്ള കാര്യത്തിൽ കൃത്യമായ ധാരണക്കുറവുള്ളത് കൊണ്ട് ഇന്ന് പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വട്ടമല്ല, ഒരു 10 വട്ടം ആലോചിച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കാര്യം ഓർപ്പിച്ച് കൊള്ളട്ടെ. എല്ലാവർക്കും ശുഭദിനം. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റായിട്ട് കാണാം. താങ്ക് യു.